വിവാദങ്ങളേറെ സൃഷ്ടിച്ച ഒരു മലയാള നടനാണ്, അല്ലെങ്കിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മലയാള നടനാണ് നമ്മുടെ സ്വന്തം വിനായകൻ. കമ്മട്ടിപ്പാടത്തിന് അഭിനയത്തിന് അദ്ദേഹത്തിന് സംസ്ഥാനം അവിടെ വരെ കിട്ടിയതാണ്. അദ്ദേഹത്തിന് പിന്നെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂടെ ജയിലറിൽ അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ താരമൂല്യം പാൻ ഇന്ത്യ ലെവൽ വരെ വളർന്ന നടൻ കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് വിവാദങ്ങൾ ഒഴിഞ്ഞു പോകാനുള്ളൊരു ഗ്യാപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാ സമയത്തും അദ്ദേഹം വിവാദത്തിൽ കൊണ്ട് തലവയ്ക്കും. പല രീതിയിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടായാലും ഇൻ്റർവ്യൂവിലായാലും പല രീതിയിലുള്ള വിവാദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഒരു മാസം മുൻപ് വരെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ കുടിച്ച് ലക്കിട്ട് നഗ്നതാ പ്രദർശനം വരെ നടത്തി. പിന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്ന് അതിന് മാപ്പ് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ വിനായകനും ജയസൂര്യയും തമ്മിലുള്ളൊരു ഫോട്ടോ, അതായത് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചുള്ളൊരു ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വിനായകൻ എന്ത് പറ്റി, വിനായകനെ ജയസൂര്യ മാറ്റിയെടുത്തു, അങ്ങനെയുള്ള ഒരുപാട് തരം നല്ല നല്ല കമൻറ്റ്സ് അതിനിടയിൽ വന്നിട്ടുണ്ട്. ജയസൂര്യയുടെ നല്ല മനസ്സിന് പ്രണാമം. ഒരാൾ ലഹരിയുടെ പുറത്ത് കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികളുണ്ട്, അയാളെ നമ്മുടെ അടുത്ത് നിന്ന് ഒഴിച്ചു നിർത്തുകയല്ല, അയാളെ ചേർത്ത് നിർത്തി നല്ല വഴിക്ക് നയിക്കുകയാണ് വേണ്ടത്. ജയസൂര്യക്ക് അത് കഴിഞ്ഞു. ജയസൂര്യയുടെ മനസ്സിൻ്റെ കരുതലിന് മുന്നിൽ പ്രണാമം എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻസും പോസ്റ്റൊക്കെ വന്നിരുന്നു. ഇന്നും വിനായകൻ നല്ലൊരു നടനാണ്, എന്നാൽ അതിൻ്റെ പേരിൽ അല്ല വിനായകൻ കഴിഞ്ഞ കാലങ്ങളിൽ വാർത്തകൾ നിറഞ്ഞത്. ഈ പ്രവൃത്തി എന്താണെന്നും അത് എങ്ങനെ പരിഹരിക്കാമെന്നും ആരെങ്കിലും ശ്രമിച്ചോ വെച്ചില്ല. എന്നാൽ ജയസൂര്യ അവിടെയാണ് വ്യത്യസ്തനായത്. കുടുംബസമേതം മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ വിനായകനും കൂട്ടി മറ്റൊരു വിനായകനോട് കാണിക്കാത്ത കരുതലാണ് ജയസൂര്യ കാണിച്ചത്. ഒരാൾ അയാൾ അറിയാതെ ചെയ്യുന്ന തെറ്റ് തിരുത്താൻ ഒരവസരം എങ്കിലും കൊടുക്കണം. തിരുത്താനാവാത്ത തെറ്റുകളൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴില്ല. വിനായകൻ ഇനിയും സിനിമകൾ കിട്ടട്ടെ, നല്ല നല്ല കഥാപാത്രങ്ങൾ. കമ്മട്ടിപ്പാടത്തിലും ജയിലറിലും നമ്മളെ വിസ്മയിപ്പിച്ച പോലെ ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് കിട്ടട്ടെ. നല്ലൊരു നടനായിട്ട് അദ്ദേഹം വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് കാണാം.